ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സവാളയും മുട്ടയും കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ രൂപത്തിലാണ്. അപ്പം നല്ല അടിപൊളിയാണ്, കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, കൂടുതലൊന്നും എടുത്തിട്ടില്ല. ഒരു സവാള നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് നീളത്തിന് കുറച്ച് കനമൊക്കെ ആയിട്ടുണ്ട്, അത് സാരമില്ല. ഇത് നമുക്ക് മുരിച്ചെടുക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലോട്ട് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക, കൈ ഉപയോഗിച്ചേന. അപ്പോൾ മിക്സാക്കിയ സവാള കുറച്ചൊന്ന് സോഫ്റ്റ് ആവട്ടെ. സോഫ്റ്റ് ആവുന്ന 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം 5 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇതിലിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതൊരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയില നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടി ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് ഇതുപോലെ സവാളയിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം മാവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കടലമാവാണ് ചേർത്തിരിക്കുന്നത്. മാവുകളിൽ ഏറ്റവും നല്ലത് കടലമാവാണ്, ഇതുപോലുള്ള തയ്യാറാക്കാൻ വേണ്ടിയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് കടലമാവാണ്. പിന്നെ അരിമാവോ മൈദയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി അപ്പോൾ നമ്മൾ ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ, ചോറിനും കാപ്പിക്കും അല്ലാതെ തന്നെ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മുട്ട നിന്ന് അവിച്ച് ഇതിലോട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കി വെക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എണ്ണയിലോട്ട് ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റും മണവും. നമ്മളിപ്പോൾ ചോറിന് രാവിലെ കുട്ടികൾക്ക് കൊടുത്തേക്കാനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷമാണ് ഇതൊന്ന് മിക്സാക്കി, പിന്നെ ബോൾസ് ഒന്നും ആക്കാതെ തുറതുറാ മുരിച്ചെടുക്കുന്നത്. അതായിരിക്കും കൂടുതൽ എളുപ്പം, എന്നാലേ അതൊന്ന് മുരിഞ്ഞ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പാടാണ്. ഇതെല്ലാം കൂടി ആ എണ്ണയിലോട്ട് മിക്സാക്കി നമ്മുടെ മുളക് പൊടിയുടെ കളർ ഈ എണ്ണയിലോട്ട് മൊത്തം തന്നെ ആവും. മുരിഞ്ഞതിന് ശേഷം ആകുമ്പോൾ അത്രയ്ക്കും കളറൊന്നും ആവില്ല. അപ്പോൾ എണ്ണയിൽ ആ എരിവ് ആവില്ല, അതാണ് കാര്യം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് ആക്കിയതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ച് മുരിച്ചെടുക്കുക. എന്നിട്ട് നല്ലത് ഇതുപോലത്തെ ഒരു അരിപ്പിലോട്ട് ഞാൻ ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇത് കഴിക്കാൻ, ഇതിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ആ ഉള്ളി മുരിങ്ങേൻ്റെയും മുട്ട മുരിങ്ങേൻ്റെയൊക്കെ, ഈ മുട്ട മുരിക്കുന്നതൊക്കെ വളരെ നല്ലൊരു ടേസ്റ്റും അതൊക്കെയാണ് താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക എങ്ങനെയുണ്ടെന്ന്, ഇഷ്ടമായോ എന്ന്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ റെസിപ്പീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിലോട്ട് ഒന്ന് വേറെയും റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോമേ വീണ്ടും കാണാം.